ഹായ്, വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലവേഴ്സ് ചാനൽ. ഐഷാസ് ഫ്ലവേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നമ്മുടെ ബേപ്പൂർ സുൽത്താൻ്റെ നാട്ടിലൊന്ന് പോയി. ഞാനും എൻ്റെ സിസ്റ്ററും മരുമകളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് ഞങ്ങൾ ബേപ്പൂർ ബീച്ച് കാണാൻ പോയി. എൻ്റെ മക്കളെ അടിപൊളിയാണ്, അഡാറാണ്. ബേപ്പൂർ ഇപ്പോൾ കാണണം. കടലിന് നടുവിലൂടെ റോഡ് ഇട്ടിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം തന്നെ ജങ്കാറിലൊക്കെ ഒന്ന് കയറി ചാലിയം ഭാഗത്ത് പോയി. അത് കഴിഞ്ഞിട്ട് തിരിച്ചാ ജങ്കാറിൽ വന്നിട്ട് ഇപ്പം ഞാൻ നടന്നു പോകുന്നത് ബേപ്പൂർ ആ കടലിൻ്റെ നടുവിലൂടെ റോഡ് വെച്ചിരിക്കുകയാണ്. ആ റോഡിലൂടെയാണ് പോകുന്നത്. അപ്പോൾ രണ്ട് വശത്തും കടലാണ്. ആ കടലിൻ്റെ എന്തൊരു ഭംഗിയാണ്. കണ്ടോ, ഹാർബർ കണ്ടോ? അവിടെ നിന്ന് നമ്മൾക്ക് സിഗ്നൽ കാണുന്നില്ലേ നിങ്ങൾ? എന്തൊരു ഭംഗിയാണ്. ഒരു ഷിപ്പ് ഉണ്ട് വന്ന് നിന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആൾക്കാർക്ക് യാത്ര ചെയ്യുന്ന ബോട്ടുണ്ട്, ഫിഷിംഗ് ബോട്ടുണ്ട്, പിന്നെ അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇപ്പം തന്നെ സമയം രാത്രി 9 മണിയാണ്. ആ 9 മണിയായിട്ട് ബീച്ച് ഫുൾ തിരക്കാണ്. പക്ഷേ ഇരിക്കാൻ രണ്ട് സൈഡിലും അവരിങ്ങനെ ഇരിക്കാനുള്ള ഇത് കെട്ടിയിട്ടുണ്ട്. ആ ഇരിക്കുന്നിടത്ത് നമുക്ക് തിര വന്നിങ്ങനെ അടിക്കും. അപ്പോൾ ആ കാറ്റിൻ്റെ ഒരു സുഖം എന്താ പറയുക. ഈ കാണുന്ന റോഡെല്ലാം കടലിൻ്റെ നടുവിലാണ് ഈ റോഡും ഈ ലൈറ്റുകളും ഒക്കെ കാണുന്നത്. പിന്നെ പറയണോ, പൂരം കോഴിക്കോടൻ പലഹാരമല്ലേ. അവരെല്ലായിടത്തും നമ്മളിരിക്കുന്ന ഭാഗത്തൊക്കെ അവർ ഇത് കെട്ടിയിട്ട് നല്ല വൃത്തിയുണ്ട് കേട്ടോ. അവർ ഇത് കെട്ടിയതിന് ശേഷം ഓരോ ഷോപ്പുകൾ വെച്ച് ചട്ടിപ്പത്തിരി, മുട്ടമാല, മുട്ട സുറുക്ക, നല്ല സുലൈമാനി പറയണ്ട. എൻ്റെ മക്കളത് ഈ നടന്ന് വരുന്നതൊക്കെ ഞങ്ങളൊക്കെ പാലത്തിൻ്റെ ഈ കടലിൽ റോഡ് കെട്ടിയിട്ട് ആ റോഡിൻ്റെ ഇതിലൂടെയാണ് വരുന്നത്. കണ്ടില്ല എന്തൊരു ഭംഗിയാണ്. ആ രണ്ട് ഭാഗങ്ങളിൽ ലൈറ്റൊക്കെ ഇട്ട് അപ്പോൾ ഈ ചെടികൾ കാണില്ല, ഇതൊക്കെ കടലിൻ്റെ നടുവിലാണ്. നിങ്ങളൊന്ന് പോയി നോക്കിയാൽ അവിടെ നിന്ന് നിങ്ങളൊന്ന് എൻജോയ് ചെയ്യും. സ്കൂൾ പൂട്ടിയ സമയത്ത് നിങ്ങൾ നന്നായിട്ടൊന്ന് ബേപ്പൂര് പോയിട്ട് എൻജോയ് ചെയ്യുക കുട്ടികളെയും കൊണ്ട്. കുട്ടികൾക്ക് എത്ര സമയം ഇരുന്നാലും മടിക്കില്ല. ടിക്കറ്റ് പോലും ഇല്ല. കുട്ടികൾക്ക് കളിക്കാൻ ഇഷ്ടം പോലെ സൗകര്യങ്ങൾ കണ്ടോ. പാർക്കിംഗ് സൗകര്യം വേറെയുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് പാർക്കിംഗ് ചെയ്യാൻ പൈസയില്ല. പിന്നെ കുട്ടികൾക്ക് ജങ്കാറിൽ കയറി അങ്ങനെ ചാലിയം പോകാൻ, ചാലിയം ഭാഗം നിങ്ങൾക്ക് പോയി കാണാം. തിരിച്ചാ ജങ്കാറിൽ വന്ന് ബേപ്പൂര് ആ പാലത്തിന് നടുവിലൂടെ പോകുന്ന റോഡിലൂടെ കടക്കാൻ നമുക്ക് രണ്ട് സൈഡിലും നന്നായിട്ടുണ്ട്. പിന്നെ ഷിപ്പുകൾ വന്നിട്ടുണ്ട് ഇപ്പം. പിന്നെ രാത്രിയാണെന്നുണ്ടെങ്കിൽ ഫിഷ് പിടിച്ചിട്ട് ഇടുന്നുണ്ട്. എന്ത് ഫ്രഷാണെന്നറിയാം. ചെമ്മീനൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് 100 രൂപയ്ക്കൊക്കെ നല്ല ചെമ്മീൻ. പിന്നെ ചാളയ്ക്കൊക്കെ മത്തിക്കൊക്കെ 100 രൂപ കിലോന് പിടയ്ക്കുന്ന. അപ്പം നിങ്ങൾ പോകുമ്പോൾ ദൂരത്ത് വരുന്നവരൊക്കെ നമ്മൾക്ക് അതിനുള്ള ബോക്സ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഫിഷ് വാങ്ങാം. എല്ലാ സൗകര്യമുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കോഴിക്കോട് സിറ്റിയിലുള്ള ബീച്ചിലേക്കാണ് പോണത്. അപ്പോൾ ബീച്ച് ഞങ്ങൾ ഇറങ്ങിയില്ല, നല്ല തിരക്കാണ് അവിടെ ഇങ്ങനെ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് അന്ന് എടുത്ത് തരികയാണ്, കാണിച്ച് തരികയാണ് ആ ഭാഗങ്ങളൊക്കെ. ഇപ്പോൾ സ്കൂൾ പൂട്ടിയിട്ട് നല്ല വൈബാണ് കാണാൻ.